കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെയും കോൺഗ്രസിനെതിരെയും ആഞ്ഞടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. ബി.ജെ.പിക്ക് അവസരം നൽകിയ കേരളത്തെ മികച്ച സംസ്ഥാനമാക്കി മാറ്റുമെന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. ബി.ജെ.പി. പ്രവർത്തനം തുടങ്ങിയത് മുതൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അക്രമം അഴിച്ചുവിടുകയും നിരവധി പ്രവർത്തകർ ബലിദാനികളാകുകയും ചെയ്തുവെന്നും അദ്ദേഹം പാലക്കാട് നടന്ന പൊതുസമ്മേളനത്തിൽ പറഞ്ഞു. ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയും അമിത്ഷാ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. ശബരിമല വിധി ഒരു വിഭാഗത്തിന് മാത്രമാണ് ബാധകമാകുക എന്നും മുസ്ലിം പള്ളികളിലെ ഉച്ചഭാഷണങ്ങൾ എടുത്തു മാറ്റിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധി സർക്കാർ നടപ്പിലാക്കാത്തത് എന്തുകൊണ്ടാണെന്നും അമിത്ഷാ ചോദിച്ചു. ബംഗാളിന്റെയും ത്രിപുരയുടെയും അവസ്ഥയിലേക്ക് കേരളത്തെ CPM എത്തിക്കുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു. മഹാസഖ്യത്തിന് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആകില്ല. അഴിമതിക്കാരുടെ സഖ്യമാണ് മഹാസഖ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല വിഷയത്തിൽ വിശ്വാസികളെ സർക്കാർ വഞ്ചിക്കുകയാണ് ചെയ്തത്. DYFI പ്രവർത്തകർ ശബരിമലയിൽ പോലീസ് വേഷത്തിലെത്തി. 2000-ലധികം ശബരിമല ഭക്തർ ഇപ്പോൾ ജയിലിലാണ്. 3000-ലധികം പേരുടെ മേൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇവ നടപ്പിലാക്കിയതെങ്കിൽ ബാക്കി സുപ്രീം കോടതി വിധികൾ കൂടി നടപ്പിലാക്കണമെന്ന് അമിത്ഷാ വെല്ലുവിളിച്ചു. അതേസമയം ശബരിമല വിഷയത്തിൽ പൂർണ്ണമായും പങ്ക് BJP-യുടെ കയ്യിലിടുന്ന സാഹചര്യത്തിലാണ് ഇടിവെട്ടിയവന്റെ പാമ്പ് കടിച്ചുവെന്ന് പറഞ്ഞതുപോലെ കാസർഗോഡ് ഇരട്ട കൊലപാതകം നടന്നത്. ഇതോടെ മൊത്തം വിഷയവും മാറിയിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പൂർണ്ണമായും UDF-ന്റെ കൈകളിൽ എത്തുകയായിരുന്നു. ഇത് തിരിച്ചു പിടിക്കുക തന്നെയായിരിക്കും ഇനി അമിത്ഷായുടെ ലക്ഷ്യം. അതിനാദ്യമായി അദ്ദേഹം സ്വന്തം പാർട്ടി നേതാക്കൾക്ക് അന്ത്യശാസനം നൽകും. ഇനി തമ്മിലടിച്ച് സ്വന്തം നിലയിൽ മുന്നോട്ട് പോയാൽ അവർക്ക് പടിക്ക് പുറത്ത് എന്ന അന്ത്യശാസനമാണ് ഇപ്പോൾ അമിത്ഷാ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം BDJs-മായി ചർച്ച ചെയ്ത് അവരെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്താനും തുഷാറിനെ മത്സരരംഗത്തിറക്കാനും ശ്രമം നടത്തും. ഇതിനേക്കാളൊക്കെ ഉപരി അമിത്ഷാ സ്വീകരിക്കാൻ പോകുന്ന തന്ത്രം തെരഞ്ഞെടുപ്പിലെ പ്രചാരണ വിഷയം മാറ്റുക എന്നതായിരിക്കും. അക്രമ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കും എങ്കിലും ഇരട്ട കൊലപാതകത്തിന് പകരം ശബരിമല പോലുള്ള വിഷയങ്ങളിൽ ഊന്നൽ നൽകിയുള്ള പ്രചരണമാകും ഇനി അമിത്ഷാ കേരളത്തിൽ നടത്തുക. കേരളത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് കാസർഗോഡ് നടന്ന ഇരട്ട കൊലപാതകമാണ്. അതേസമയം ഈ വിഷയം മാറ്റി മറ്റു കാര്യങ്ങളിലേക്ക് ചർച്ച നീക്കുക എന്നതായിരിക്കും അമിത്ഷായുടെ ആസൂത്രണ തന്ത്രം തന്നെ. അതിന്റെ ഭാഗമായാണ് അമിത്ഷാ UDF-നെയും സർക്കാരിനെയും വിമർശിച്ച് രംഗത്തെത്തിയത്. ശബരിമലയെ ഒരു ശക്തമായ വിഷയമായി തന്നെയാണ് ഇപ്പോഴും BJP കാണുന്നത്. പ്രത്യേകിച്ച് NSS ശക്തമായ നിലപാടിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അതേസമയം കാശ്മീരിൽ CRPF ജവാന്മാർക്കെതിരെയുണ്ടായ ആക്രമണം ഉയർത്തിക്കാട്ടാനും ദേശസ്നേഹത്തിന്റെ വഴിയിലൂടെ പ്രചരണം നയിക്കാനും അമിത്ഷാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം കഴിഞ്ഞ ഇടക്കാല ബജറ്റിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കർഷക അസംഘടിത മേഖല തൊഴിലാളി പെൻഷൻ പദ്ധതികളും പ്രചരണ വിഷയമാക്കാനാണ് BJP അധ്യക്ഷൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ കഴിയുന്നത്ര വോട്ടുകൾ സമാഹരിക്കാനും അമിത്ഷാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാത്തിലും ഏറ്റവും പ്രധാനം സംസ്ഥാന നേതാക്കൾക്ക് നൽകുന്ന അന്ത്യശാസനം തന്നെയായിരിക്കും. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന BJP-യുടെ പ്രതീക്ഷ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലാണ്. എന്നാൽ ഇവിടെ നേതാക്കൾ പരസ്പരം മുഖത്ത് പോലും നോക്കാത്ത സ്ഥിതിയാണെന്നും അമിത്ഷാ വിമർശിച്ചിരുന്നു. RSS-നും കേരളത്തിലെ BJP-യുടെ രീതിയിൽ ഒട്ടും തൃപ്തിയില്ല. അതുകൊണ്ട് തന്നെ അവർ ഇവിടുത്തെ BJP-യുമായി ചേർന്ന് ഒരു പ്രവർത്തനത്തിനും ഇല്ലെന്ന നിലപാടിലാണ്. അവരെ അന്വയിപ്പിക്കാനുള്ള നീക്കവും അമിത്ഷായുടെ പരിഗണനയിലുണ്ട്. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടത്തുന്നതിന് പകരം RSS ദേശീയ നേതൃത്വത്തെ ഇടപെടുത്തിയുള്ള ചർച്ചകൾക്കായിരിക്കും കൂടുതൽ ഊന്നൽ നൽകുക. കഴിയുന്നത്ര UDF-നെ ഒതുക്കി ആകുന്നത്ര വോട്ടുകൾ സമാഹരിക്കാനാണ് അമിത്ഷായുടെ തന്ത്രം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.